ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേസരിയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്: ഒരു ബൗൾ റവ, ഒരു ബൗൾ പഞ്ചസാര, നെയ്യിൽ ചൂടാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക, പിന്നെ ഒരു കുഞ്ഞ് ഡബ്ബ നെയ്യ്, ഒരു കപ്പ് വെള്ളം എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്റ്റൗവിലോട്ട് നമ്മളൊരു കുഞ്ഞ് ചീനച്ചട്ടിയിലേക്ക് 3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മുടെ റവയെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നെയ്യിൽ വേണം നമ്മുടെ റവ നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട്. അതിനായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ റവയിലെല്ലാം ഈ നെയ്യ് നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വെന്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഉരുളിയിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക. നമ്മൾ കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് കടയിൽ നിന്നും കേസരി പൗഡർ വാങ്ങിക്കാൻ കിട്ടും. കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്കത് ആഡ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഈ റവയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റവയെല്ലാം കട്ട പിടിച്ച് വരാത്ത രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ പഞ്ചസാരയാണ്. ഞാൻ ഇവിടെ ഒരു കപ്പ് പഞ്ചസാരയിൽ 3/4 ഭാഗം പഞ്ചസാരയും ഞാൻ ഈ കേസരിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണിത്. നമ്മുടെ കേസരി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കേസരി ഇവിടെ റെഡിയായി. നെയ്യാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. നമ്മുടെ കേസരി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.